ഗൈസ് എല്ലാവർക്കും നെക്സസ് ഗെയിമിംഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ GTA 5 കണ്ടെച്ചാണ്. സോ രാവിലെ തന്നെ എണീച്ചപ്പോൾ നമുക്കൊരു വർക്ക് കിട്ടിയത് ഡൗൺ ടൗൺ കേവിന് ഒരാളെ പിക്ക് ചെയ്യാൻ ഒരു കോൾ വന്നായിരുന്നു. സോ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതെ പോവാണ്. പോവാണ് നോക്കട്ടെ. വലിയ ദൂരമൊന്നുമില്ല, നമ്മുടെ മറീന ബീച്ചിൻ്റെ അടുത്തേക്കാണ്. സോ വെസ്പ്യൂസി കനാൽ സാൻ ആൻഡ്രിയാസ് സേവ്. ഓക്കെ. സോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിങ്ങനെ ഒരു വണ്ടി മേടിക്കണം എന്നുള്ളൊരു കണ്ടന്റും കൂടി കൊണ്ടുവച്ചാണ്. അതായത് നമ്മൾ കുറേയല്ലോ നമ്മുടെ അടുത്തൊരു വണ്ടികളൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട്, എന്നാലും പിന്നെ ഒന്നും കൂടി ഒരു വെറൈറ്റി, അതായത് നമുക്ക് അധികം ലോസ് ഏഞ്ചൽസിൽ കാണാൻ ഇല്ലാത്ത മോഡലൊരു വണ്ടി മേടിക്കണം എന്നുണ്ട്. അപ്പോൾ സിമിയോനോടൊക്കെ ഒന്ന് പോയി കാര്യങ്ങൾ പറഞ്ഞ് സെറ്റ് ആക്കണം. കാരണം ഇത് നമ്മളിപ്പോൾ കുറേയല്ലോ ബിഎമ്മും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഒരു വണ്ടി മേടിക്കാനുള്ള മച്ചന്മാർ നല്ല വർത്താനം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ സൗണ്ട് ഇങ്ങനെ വരുമ്പോൾ അതായത് വീഡിയോ കാണുന്ന ഞാൻ പറയുന്നത് കേൾക്കത്തില്ല, ഇതുമ്മേൽ ഫോക്കസ് പോവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും നീ മച്ചാനെ അവിടെ ഇറക്കി കൊടുക്കട്ടെ, എന്നിട്ട് കാണാം. പ്രൈവറ്റ് ഫെയർ കംപ്ലീറ്റ് 135 ടിപ്പാണ് ടോട്ടലാണോ സ്റ്റാർട്ട്. സോ ഏതായാലും നമുക്ക് ഇനി വെച്ച കേസ് നമുക്ക് സിമിയോൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. എന്താ അറിയില്ല, എന്നൊക്കെ ഒക്കെ ജസ്റ്റ് വിസിലാണ് ഈ സൈഡ് പോകുന്നത്. നേരത്തെ തന്നെ ഒന്ന് ജസ്റ്റ് വിസിലായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ജസ്റ്റ് അത് തന്നെ എന്തോ ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മളേതായാലും ഇപ്പോൾ പോകുന്ന വെച്ചാൽ സിമിയോൻ്റെ അടുത്തേക്കാണ്. സിമിയോൻ്റെ അടുത്ത് പോയി നമുക്ക് വണ്ടി നമ്മൾ സിമിയോട് പറയുന്നത് സീരിയസ് ആയിട്ട് തന്നെ അധികം ലോസ് ഏഞ്ചൽസ് ഒന്നും കാണാത്ത, അല്ലെങ്കിൽ ലോസ് ഏഞ്ചൽസ് തന്നെ ഒന്നെങ്ങാനുള്ള രീതിയിൽ ഒരു വണ്ടി എടുത്ത് തരണം നമ്മൾ. അപ്പോൾ നമ്മളേതായാലും സിമിയോൻ്റെ അടുത്ത് വന്നു. സിമിയോൻ്റെ അടുത്ത് എത്തിയിട്ടാണ് സിമിയോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മച്ചാൻ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. മേ ബി എനിക്ക് തോന്നുന്നു എന്തോ റെസ്റ്റിലോ കാര്യത്തിലോ അങ്ങനെയാണ്. ഇന്ന് ഷോപ്പ് തുറന്നിട്ടില്ല ഗൈസ്. ഇതെല്ലാം അടച്ച് പൂട്ടിയിട്ടാണ്, വണ്ടി പോലും ഇല്ലല്ലോ. എനിക്ക് ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. സിമിയോനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിന്ന് ലീവിലാണ് കേസ്. അതായത് നമ്മുടെ സിമിയോൻ്റെ കയ്യിലുള്ള വണ്ടികളൊക്കെ വിറ്റ് പോയി, അതായത് റെയർ വീസറായിട്ടുള്ള വണ്ടികളൊക്കെ വിറ്റ് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് അവനൊരു കാര്യം പറഞ്ഞായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാൻഷൻ, ഒരു വലിയ മാൻഷൻ എവിടെ ഒന്നുണ്ട്, അതായത് അവൻ ലൊക്കേഷൻ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കളർ ചേഞ്ചിങ് വണ്ടി വിൽക്കാൻ അവിടുത്തെ ഓണർ, അതായത് മാൻഷൻ്റെ ഓണർ വെച്ചേക്കണുണ്ടായിരുന്നു. അതായത് ഒരു കളർ ചേഞ്ചിങ് ഏതോ ഒരു വണ്ടിയാണെന്ന് പറഞ്ഞു. സിമിയോനും കറക്റ്റ് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ആ ഒരു മാൻഷൻ്റെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഏതായാലും ലൊക്കേഷനൊക്കെ കിട്ടി. അങ്ങനെ നമ്മളിവിടെ എത്തിയായിരുന്നു. എത്തിയപ്പോൾ ഈ ഒരു മാൻഷനാണ്, ഇത് മാലിബു മാൻഷനിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഗേറ്റ് ഓട്ടോമാറ്റിക്കലി തുറന്നു തന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് പോയി നോക്കാം. സോ സിമിയോന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു അതായത് ഈ ഒരു മാലിബു മാൻഷൻ്റെ ഇപ്പോഴത്തെ കറൻ്റ് ഉള്ളൊരു ഓണർ, ആ ഒരു ഓണർ വണ്ടി വിൽക്കാൻ വെച്ചേക്കുന്നുണ്ട്. അതായത് കുറച്ച് റയർ പീസ് ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാൻഡ് ആണ്. നമുക്ക് പോയി നോക്കാം ഏതാണ് വണ്ടികളൊക്കെ കാണാം ഗൈസ്. ഇവിടെ ഓക്കെ ലാംബോ ആണ് കേട്ടോ, ഇത് വയലറ്റ് കാറാണ് തോന്നുന്നു. ഓക്കെ ലാംബോ ആണ്, നൈസ് കാർ. അപ്പോൾ മച്ചാനെ ഓക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവട്ടോ, മച്ചാനെ അത്യാവശ്യം റിച്ച് ടീമാണുള്ളതൊക്കെ. അപ്പോൾ മച്ചാൻ ഈ വണ്ടി അങ്ങനെ സെയിൽ ചെയ്യാനുള്ളതല്ലേ? മോനെ നീ ഇപ്പോൾ ഈ കളർ കണ്ടിട്ട് പേടിക്കണ്ട. അതിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കളർ RGB ആവും, എല്ലാം മാറി മാറി കളിക്കും. ഇപ്പം ഞാൻ ഇതിന് ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മില്യൺ ആവും. സോ $20 മില്യൺ ആണ് ഈ ഒരു വണ്ടിക്ക് പറയണത്. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഇത് കളർ ചേഞ്ചിങ് ലാംബോ ആണെന്നാണ് പറഞ്ഞിരിക്കണേ. സോ നമുക്കൊന്ന് നോക്കണേ, കളർ ചേഞ്ചിങ്ങും കൂടി അതിനെക്കൊണ്ട് കുറച്ച് റെയർ പീസ് ആവുമല്ലോ. നമുക്ക് ഏതായാലും മണി പൈസ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. സോ 20 മില്യൺ ഗൈസ്, 20 മില്യൺ. സോ ഏതായാലും ഞാനൊന്ന് 20 മില്യൺ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇത് പൈസ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മച്ചാൻ്റെ അടുത്ത് ആ കീ ഒന്ന് മേടിച്ചോട്ടെ. അപ്പോൾ സാർ ഞാൻ പൈസ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, സാറിന് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ആ കീ ഒന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. പൈസ കിട്ടിയിട്ടുണ്ട്, നീ എന്തായാലും വണ്ടി എടുത്തു ഇതാക്കി. ഓക്കെ സാർ, അപ്പോൾ ഏതായാലും കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സോ ഏതായാലും വണ്ടി നമുക്കങ്ങ് എടുക്കാം. കളർ ചേഞ്ച് കാണുന്നൊക്കെയാണ് പറഞ്ഞത്, നമുക്ക് നോക്കാം. ഓക്കെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്.
സാർ എന്നാൽ ശരി ഞാൻ വണ്ടി കൂടെ എടുത്തു. സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതൊന്ന് സ്പീഡ് ടെസ്റ്റും കൂടി ചെയ്യണം. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ മച്ചാൻ്റെ ഹെൽപ്പ് വേണം തോന്നുന്നു ഗൈസ്. അടിപൊളി മച്ചാൻ ഓടി ഗൈസ്. ഓക്കെ ഞാൻ പോട്ടെ. നമ്മൾ വെറുതെ ഇവിടെ ഇപ്പം കയറി ജാതി സ്പീഡ് ഗൈസ്. ഇതെന്താ ഞാൻ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം ഉറപ്പാണ്. എന്താ പോകുന്നത് പിന്നെ ആരാ വണ്ടി ഒട്ടുന്ന നോക്കണം ഗൈസ്. ഏത് ഡ്രൈവറല്ലേ വണ്ടി ഡ്രൈവിനോട് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് ഏതായാലും എയർപോർട്ടിലേക്ക് പോകണം. എയർപോർട്ട് പോയിട്ട് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനിതിന് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മഞ്ഞാല് ഫോഗാണ് ഉള്ളത്. നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ എടുക്കാൻ അതിൻ്റെ മുന്നേ സ്പീഡോമീറ്റർ ഒന്ന് ഓണാക്കട്ടെ. വിശദം പറഞ്ഞു പോയിട്ടാണ് ഞാനൊരു ഹടത്തിൽ അങ്ങ് പോയി അതിൻ്റെ സ്പീഡോമീറ്റർ ഓണാക്കി. അപ്പോൾ കഴിച്ച് നമ്മൾ സ്പീഡോമീറ്റർ ഓണാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് സ്പീഡ് ടെസ്റ്റും കൂടി ചെയ്തിട്ട് ഓക്കെ 100 അടിച്ചു, 50 അടിച്ചു. അല്ല അടി 60, 23, 80, 210 ആ ഒരു റേഞ്ചാണ് കേട്ടോ ഗൈസ്. ഓ ഫ്രാങ്ക്ലിൻ്റെ എബിലിറ്റി ഉള്ളതിനോട് രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ എത്രയാണ് ടോപ്പ് സ്പീഡ് എന്നുള്ളതൊക്കെ. ഏതായാലും 200 ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ യാ ഈസ് ഓക്കെ. അതാരാണ് സോ 200 km/h സ്പീഡിലൊക്കെ എന്തായാലും പോകുന്നുണ്ട് സാധനം. സോ അപ്പോൾ ഇനി വെച്ചിട്ട് നമ്മുടെ ഗരേജിലൊന്ന് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വണ്ടി മേടിക്കണമെന്നായിരുന്നു. അപ്പോൾ എന്തായാലും വണ്ടിയും കിട്ടിയിട്ടുണ്ട്. സിനിമ ഉള്ളതിനെ കൊണ്ട് കിട്ടി. കാരണം അല്ലാണ്ട് എനിക്ക് തോന്നില്ല ഞാനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഒന്നും തപ്പി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വണ്ടീനെ പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിലുണ്ടെങ്കിൽ സുഖമാണല്ലോ. അതിനെക്കൊണ്ടാണ് സിമിയോണിനെ വിളിച്ച് നോക്കിയത്. പക്ഷേ സിമിയോൺ എന്താ അറിയില്ല നല്ല കച്ചവടം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ആയിട്ട്. കാരണം ഉള്ള വണ്ടി മൊത്തം കാരണം മച്ചനായിട്ടുള്ള വണ്ടി മൊത്തം അവിടെ വിറ്റ് പോയിട്ടുണ്ട്. അതിനെക്കൊണ്ട് എന്തെങ്കിലും ഷോപ്പ് ഫുൾ അടച്ച് കൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ മച്ചാൻ വീട്ടിൽ കുത്തിരുന്ന് കിടന്നുറങ്ങിയിരുന്നേ പറഞ്ഞു വിളിച്ചിറങ്ങുമ്പോൾ അതാണ് പെട്ടെന്ന് മാൻഷൻ്റെ പോയി എടുത്തു എന്നൊക്കെ പറഞ്ഞു. സോ യാ നമ്മളേതായാലും വീട്ടിൽ പോട്ടെ. വീട്ടിൽ ഈ ഒരു വണ്ടി കണ്ട ഗേരേജിൽ കാണാം. അപ്പോൾ നമ്മുടെ BM ഇതേപോലെ കിടപ്പുണ്ട്. സോ നമ്മളേതായാലും ഈ ഒരു വണ്ടി കൂടെ സക്സസ്ഫുള്ളി കളർ സിങ്കായില്ല പച്ച. സോ നമ്മുടെ BM നമ്മുടെ ബഫല്ലോ നമ്മുടെ ലാംബോയും നമ്മുടെ വേഫറും. അപ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ മറ്റേ മാൻഷനിലാണ് കിടപ്പുള്ളത്. സോ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദിസ് ഇസ് നെക്സസ് ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്.